ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് പ്രൊമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് അതിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ രേവതി ആണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചന്ദ്രയാണെങ്കിലോ, ചന്ദ്ര അപ്പുറത്ത് ചന്ദ്രയുടെ റൂമിൽ പോയി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രേവതിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ തോന്നുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് നല്ലതുപോലെ പനിയൊക്കെ ഉണ്ട്. അപ്പൊ സച്ചിയാണെങ്കിലോ പുറത്ത് പോയി ഇതാ വണ്ടി ഓട്ടമൊക്കെ കഴിഞ്ഞ് തിരികെ വരുന്ന സമയമാണ്. സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ, നിന്റെ മുഖത്ത് എന്താ ഒരു വല്ലായ്കയൊക്കെ തോന്നുന്നുണ്ടല്ലോ, വയ്യെന്ന് ചോദിക്കുമ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്, ശരിക്കും ബോഡി പെയിനും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ ആ പൂ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചി പറയും, ദേ ഇങ്ങ് വന്നേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കുകയാണ്. തൊട്ട് നോക്കുമ്പോൾ സച്ചിക്കാണ് ശരിക്കും അങ്ങ് ഞെട്ടിയിട്ടോ, നല്ലതുപോലെ തന്നെ പൊള്ളുന്നുണ്ട്. നല്ല പനിയാണ് രേവതിക്ക്. അതുകൊണ്ട് തന്നെ സച്ചിയാണെങ്കിലോ, ദേ നീ ഒരു കാര്യം ചെയ്, നമ്മുടെ റൂമിൽ അമ്മയും അച്ഛനും ആണ് കിടക്കുന്നതെങ്കിൽ നീ ശ്രുതിയുടെയും റൂമിൽ പോയി കിടന്നോ, ഞാനേ ഈ പുറത്ത് പോയി ഒരു മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുക. അപ്പൊ പെട്ടെന്ന് തന്നെ അവള് പറയുന്നുണ്ട്, ഇത് സാരയില്ല, ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, എനിക്കിപ്പോ കിടക്കുമൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും സാരയില്ലതേ, അവര് രണ്ടുപേരും ജോലിക്ക് പോയിരിക്കുകയല്ലേ, അതുകൊണ്ട് അവര് വരുന്നതിനുള്ളിൽ നീ ഒന്ന് ഉറങ്ങി എഴുന്നേക്ക്, അപ്പൊ നിന്റെ ക്ഷീണമൊക്കെ മാറും, ഞാൻ വേഗം പോയി മരുന്ന് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്നൊക്കെ പറയാണ്. സച്ചി എന്ത് പറഞ്ഞിട്ടും ആശുപത്രിയിലേക്ക് പോവാനായിട്ട് നമ്മുടെ രേവതി കൂട്ടാക്കുന്നേ ഇല്ല. അപ്പം എന്നാ ഒരു കാര്യം ചെയ്, ബാ ഈ റൂമിൽ നീ പോയി കിടന്നോ, ഞാനേ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. അപ്പൊ പുള്ളിക്കാരിയാണെങ്കിലോ ശ്രുതിയുടെ റൂമാണ്, അതുകൊണ്ട് തന്നെ വളരെ മടിച്ചാണ് അവൾ അവിടെ ഇരിക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ ഈ 3-4 ആൾക്കാരും അവരുടെ ഭാര്യമാരും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ആർക്കും കിടക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. അതെന്തായാലും വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രേവതി ആണെങ്കിൽ അവിടെ പതുക്കെ ഇങ്ങനെ ക്ഷീണത്തോടു കൂടി ഇരിക്കുക. പക്ഷെ അതിനിടയ്ക്ക് അവൾ എപ്പോഴും ഉറങ്ങിപ്പോവാണ്. ഇനിയിപ്പം ഉറങ്ങിക്കിടക്കുന്ന രേവതി ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ലല്ലോ, അവൾ ആ ക്ഷീണം കൊണ്ടാണ് ഉറങ്ങിപ്പോയതും. ഇച്ചിരി കഴിഞ്ഞു നമ്മുടെ സുധിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി വന്നു. അവര് വരുമ്പോ കാണുന്ന കാഴ്ച തങ്ങളുടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന രേവതിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മുടെ ശ്രുതിക്കും ഒക്കെ നല്ലതുപോലെ ദേഷ്യം വന്നു. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ബെഡ്റൂമിൽ കയറിയാണല്ലോ ഇവള് കിടക്കുന്നത്, അപ്പൊ ഇതായിരിക്കും എല്ലാ ദിവസവും നടക്കുന്നത്. ഇവളാണെങ്കിൽ ഇവിടെ ഇരുന്ന് പൂകെട്ടലും വീട്ടിലെ ജോലിയും ഒക്കെ ആയിട്ട് ഇവൾ ഈ കട്ടിലേ വന്ന് കിടന്നല്ലോ, ഇനിയിപ്പോ നമ്മൾ എവിടെ കിടക്കുമെന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിലോ നിങ്ങൾ രണ്ടുപേരും ഇത് എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ആണെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മ ഇത് കണ്ടില്ലേ, ഇവൾ എന്തിനാ ഞങ്ങളുടെ റൂമിൽ കയറി കിടക്കുന്നതെന്ന് ചോദിച്ച് ശ്രുതി ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ, അയ്യോ മോനെ ഞാനിതൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിലും ഇവളിതെന്തിനാ ഈ റൂമിൽ വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ച് രേവതിയെ എഴുന്നേപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അങ്ങോട്ടേക്ക് രവി വരിക. എന്താ ഇവിടെ ബഹളമെന്ന് ചോദിച്ച് രവി വരുമ്പോഴത്തേക്കിനും, അതെ നമ്മുടെ മോനും മോളും കിടക്കുന്ന റൂമിൽ രേവതി പോയി കിടക്കുന്നു, അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, ഞാൻ കുറച്ചു മുന്നേ നോക്കിയപ്പം ഇവിടെ ഇരുന്ന് പൂക്കൾ കെട്ടുന്നുണ്ടായിരുന്നു, ഇപ്പൊ പോയി കിടക്കുന്നു, എന്താണാവോ ഉടായിപ്പെന്ന് ആർക്കറിയാന്നും പറഞ്ഞ് ചന്ദ്രമതി അവളെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ ചെല്ലുമ്പം രവി വിലക്കാണ്. എടി അവൾ പകൽ സമയമൊന്നും ഇങ്ങനെ കിടക്കുന്നതല്ലല്ലോ, അവൾക്ക് ഒരുപക്ഷെ വല്ല വയ്യായികയും ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൾ കിടക്കുന്നത്, ഇനി നീ ആയിട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ ചന്ദ്രൻ, അവൾ ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ എഴുന്നേറ്റോളൂ എന്ന് പറഞ്ഞതും ശ്രുതിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പറയാൻ തുടങ്ങി, അച്ഛാ ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോയി വളരെ ടയേർഡായിട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം, ഞങ്ങളുടെ റൂമിൽ ഇവള് കയറി കിടന്നാൽ പിന്നെ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ, എടാ മോനെ അതിനിപ്പം അവരെല്ലാ ദിവസവും ഇവിടെ ഹാളിലല്ലേ കിടക്കുന്നത്, അപ്പം അങ്ങനെയുള്ളപ്പം കുറച്ച് സമയം അവൾ അവിടെ ഒന്ന് കിടന്നെന്ന് വെച്ച് എന്ത് സംഭവിക്കാൻ പോണു, ഇനിയിപ്പം നിനക്കിപ്പോൾ കിടന്നേ പറ്റുള്ളൂന്നാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ റൂമിൽ പോയി കിടന്നോന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞതും നമ്മുടെ ശ്രുതിക്ക് ശരിക്ക് ദേഷ്യം വരികയാണ്. അല്ലേലും ഈ വീട്ടില് മനുഷ്യനൊരു സമാധാനം തരില്ല, ജോലി ചെയ്ത് വിഷമിച്ച് വന്നാൽ പോലും 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പോലും പറ്റില്ലല്ലോ, ഇതെന്തൊരു വീടാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ചന്ദ്രമതി ആണെങ്കിൽ ദേഷ്യം കൊണ്ട് നേരെ പോവുക രേവതിയുടെ അടുത്തേക്ക്. അവളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണം നല്ല പനിയും കൊണ്ട് നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങിയും പോയി.
പാവത്തിനെ തട്ടി എഴുന്നേപ്പിക്കുകയാണ്. എടി എടി എടി, നീ ഈ റൂമിലാണോ കിടക്കുന്നത്? ഇതേ എൻ്റെ മോൻ്റെയും മരുമോളുടെയും റൂമാണെന്ന് നിനക്കറിയില്ലേന്ന് ചോദിച്ച് രേവതിയെ പതിയെ ഇങ്ങി പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അമ്മ എനിക്ക് വയ്യാത്ത കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴാ ഉറങ്ങിപ്പോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ, നീ ഇതൊക്കെ നിന്റെ അഭിനയമല്ലേ? നീ എല്ലാ ദിവസവും ഹാളിൽ കിടക്കുന്നവളാണ്. ആ നിനക്ക് ഹാളിലെങ്ങാനും കിടന്നാൽ പോരായിരുന്നോ? പിന്നെ നീ ഇപ്പം എന്തിനാ ഈ റൂമിൽ വന്ന് കിടന്നത്? അമ്മ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ശരീരം വേദനയൊക്കെ ഉണ്ട്, പനി പോലും ഉണ്ട് എന്നും പറഞ്ഞ് അവൾ അവളുടെ അവസ്ഥ പറയുമ്പോഴത്തേക്കിനും ചന്ദ്രയാണെങ്കിലോ രണ്ട് കൈക്കും ഇങ്ങി പിടിച്ച് രേവതി ആ റൂമിന് വെളിയിലേക്ക് തള്ളി എറിയാൻ പോകുന്ന സമയം, കറക്റ്റ് സമയത്ത് നമ്മുടെ സച്ചി ആ വീട്ടിലെത്തുകയാണ്. സച്ചി ഇത് ഈ കാര്യങ്ങളൊക്കെ കണ്ടതും, നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ എൻ്റെ ഭാര്യയെ വെളിയിലേക്ക് തട്ടി എറിയാൻ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് ചന്ദ്രമതിയുടെ അടുത്തേക്ക് അങ്ങ് കല്ല് കയറി ചെല്ലുകയാണ്. അപ്പം ചന്ദ്രമതി ആണെങ്കിലോ, എൻ്റെ പൊന്നോ, ഇതിപ്പോൾ ഇവൻ കാണുകയും ചെയ്തു, താൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ പെട്ട അവസ്ഥയിലാണല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പം ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ട് അച്ഛന്താ വീണ്ടും വന്നു. രവി വന്നതും, എൻ്റെ പൊന്നു ചന്ദ്രൻ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൾ കുറച്ച് സമയം അവിടെ കിടന്നെങ്കിൽ എന്ത് സംഭവിക്കാനാണ്? അപ്പം നമ്മുടെ സുധിയും അതുപോലെ ശ്രുതിയും കൂടി പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് വേറെ റൂമൊന്നും ഇല്ലല്ലോ, ഞങ്ങൾക്ക് കിടക്കണ്ടേ, ഇതെന്തൊരു കഷ്ടമാണ്. മനുഷ്യൻ ഇത്രയും ജോലി ചെയ്ത് ടയേർഡായിട്ട് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അവരും പറയുന്നുണ്ട്, ഇതെന്താ സംഭവം, എന്താ ഇവിടെ ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി റൂമിൽ കിടന്നതാണ് കേസ് കേട്ടെന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് വലിയ പുകലിൽ നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിലോ സച്ചി ആണെങ്കിൽ, ഇവൾക്ക് നല്ല പനിയുണ്ടെന്നും അവൾക്ക് ആ ക്ഷീണം കാരണമാണ് അവളവിടെ കിടന്നു പോയത്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും കൊത്തിപ്പറിക്കാനായിട്ട് എൻ്റെ ഭാര്യയെ ഇട്ടു തരില്ല എന്നും പറഞ്ഞ് അവളെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. അതിനുശേഷം രേവതിക്ക് ഇതാ ഗുളികയും മരുന്നും ഒക്കെ കൊടുത്തു. അവൾ സമാധാനപരമായിട്ട് സച്ചി അവിടെ ഇരുത്തുമ്പോഴത്തേക്കിനും ചന്ദ്രയുടെ നേരെ നമ്മുടെ രവി അങ്ങ് ചെല്ലുകയാണ്. നിനക്ക് സമാധാനം ആയോടി എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ഒരു അക്ഷരം പോലും മിണ്ടാതെ എലി പോകുന്ന പോലെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്